ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻസ് വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ക്രിസ്മസ് ഈവ് ആയിട്ട് ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇത് ഞങ്ങളുടെ നെയ്ബറിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള കേക്കാണ്. എല്ലാ വർഷവും നെയ്ബേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാനായി ഒരു 4-5 പ്ലം കേക്ക് ഞാൻ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഈ വർഷം ഇവിടെ വെക്കേഷൻ ആയതിനാൽ അവരെല്ലാം കറങ്ങാൻ പോയിരിക്കുകയാണ്. ഒരു ഫാമിലി മാത്രമേ ഇവിടെ ഉള്ളൂ. അവർക്ക് കൊടുക്കാനുള്ള കേക്കാണിത്. കേക്ക് റെഡി ആയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, കേക്കിൻ്റെ മണം ഒരു രക്ഷയുമില്ല കേട്ടോ. ഈ വീട് ഫുൾ കേക്കിൻ്റെ മണം നിറഞ്ഞു നിൽക്കുവാണിപ്പോൾ. പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള കേക്ക് ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ചു. ഇന്ന് എനിക്ക് ഒരുപാട് കുക്കിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് അധികം ജോലികൾ ഇന്നലെ തന്നെ ഞാൻ ചെയ്തു വെച്ചിരുന്നു. കേക്ക് ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ ബട്ടർ പേപ്പറൊക്കെ അടർത്തി മാറ്റി ഇച്ചൈൻ കേക്കും ചോക്ലേറ്റും ഒക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. ക്രിസ്മസിന് ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മനസ്സിന് നല്ല ഒരു സന്തോഷവും അതുകൂടാതെ നമ്മുടെ അയൽക്കാരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കാനും ഇതുവഴിയായി നമുക്ക് സാധിക്കും. അതുമാത്രമല്ല, ദിവാലി സമയത്ത് അവരും നമുക്ക് ദിവാലി സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് തരും. അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷങ്ങളിൽ പങ്കുചേരാനും എല്ലാവരുമായി നല്ലൊരു സൗഹൃദം കാത്തുസൂക്ഷിക്കാനും ഇതുവഴിയായി നമുക്ക് സാധിക്കും. ചോക്ലേറ്റ് പാക്ക് ചെയ്തു കേട്ടോ. ചോക്ലേറ്റ്സും കേക്കും ഒന്നുമില്ലാതെ എന്തോന്ന് ക്രിസ്മസ് ആഘോഷമല്ലേ. ആരും തെറ്റിദ്ധരിക്കല്ലേ, ഇത് വൈനും ബിയറും ഒന്നും അല്ല കേട്ടോ. ആൽക്കഹോൾ കണ്ടൻറ്റ് ഒന്നും തന്നെ ഇല്ലാത്ത വളരെ നിഷ്കളങ്കനായ ഒരു സ്പാർക്ക്ലിംഗ് വാട്ടറാണിത്. ക്രിസ്മസ് ടൈമിൽ ഇവിടെ ഏത് കടയിൽ പോയാലും ഇത് നമുക്ക് വാങ്ങാൻ സാധിക്കും. മറ്റൊരു സൈഡിൽ കുക്കിങ്ങും തകൃതിയായി നടക്കുന്നുണ്ട്. ഇതാ നല്ലൊരു നാടൻ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിനരികിലായി കപ്പയും ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസിന് ഇടുന്ന ഡ്രസ്സ്. ഇതൊരു സ്വെറ്റ് ഷർട്ടാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾ 3 പേർക്കും ഒരേ പാറ്റേണിലുള്ള ഡ്രസ്സാണ്. ഇത് ലേഡീസിൻ്റെ ഡ്രസ്സാണ്. എനിക്ക് ഈ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഇളയ മോളുടെ ഡ്രസ്സാണ്. ഇതൊരു എക്സ്ട്രാ സ്മോൾ ഡ്രസ്സാണ്. എല്ലാ വർഷവും ക്രിസ്മസിന് ഞങ്ങൾ ഒരേപോലെയുള്ള പജാമയാണ് ഇടാറ്. എന്നാൽ ഈ വർഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടാനുള്ള പജാമ കിട്ടിയില്ല. അതിൻ്റെ ചെറിയൊരു സങ്കടം ഇല്ലാതില്ല. വൈറ്റും റെഡും കളർ കോമ്പിനേഷനുള്ള നല്ലൊരു ക്രിസ്മസ് വൈബ് നൽകുന്ന ഒരു സ്വെറ്റ് ഷർട്ടാണിത്. ബാക്കി 3 ഇതൊരു സ്മോൾ ഡ്രസ്സാണ്. ബാക്കി 3 സെയിം പാറ്റേണാണ്. ഇതാണ് എൻ്റെ പിക്ചർ. അടുത്തതൊരു മീഡിയം ഡ്രസ്സാണ്. സെയിം. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതാണ്. ഇത് ഇച്ചായൻ്റെ മെൻസിൻ്റെ ഡ്രസ്സാണ്. ലൈറ്റ് അപ്പ് ഡ്രസ്സാണിത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലൊരു സ്റ്റാൻഡേർഡ് പിക്ചറുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇത് ലൈറ്റ് അപ്പ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഇതാണ് അതിൻ്റെ ചെറിയൊരു ഡിവൈസാണ്. അപ്പോൾ നമ്മൾ ആ സ്വിച്ച്, ഇതാണ് അതിൻ്റെ സ്വിച്ച്. ഇത് നമ്മൾ ഇവിടെ ഒരു ഓണും ഓഫ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് ഓൺ ചെയ്യണം. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. പച്ച നിറത്തിലുള്ളതും മൾട്ടി കളർ LED ലൈറ്റുകൾ കൊണ്ട് മിന്നിത്തിളങ്ങുന്നതുമായ വളരെ ഭംഗിയുള്ള നല്ലൊരു ക്രിസ്മസ് ഫീൽ ഉണർത്തുന്ന സ്വെറ്റ് ഷർട്ടാണിത്. എല്ലാവർക്കും ഇതിൽ ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. ഇന്നിവിടെ ക്രിസ്മസ് ഈവാണ്. ഞാനിന്ന് ചർച്ചിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇന്ന് നൈറ്റ് 7 മണിക്കാണ് ചർച്ചിൽ കുർബാന. എല്ലാവരും റെഡിയായി കാറിൽ കയറി. ഞാൻ വീടൊക്കെ പൂട്ടി ഏറ്റവും ലാസ്റ്റാണ് ഇറങ്ങിയത്. ക്രിസ്മസ് ദിവസത്തിലേക്കുള്ള കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് യാത്രയുണ്ട് ചർച്ചിലേക്ക്. അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോകാം. ഞങ്ങൾ ചർച്ചിലെത്തി.
മുൻപോട്ട് നടക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായി മരങ്ങളിൽ നിറയെ നല്ല ബ്രൈറ്റ് വൈറ്റ് ആയിട്ടുള്ള LED ലൈറ്റ് ചുറ്റി നന്നായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സാധാരണ ദിവസങ്ങളിൽ മലയാളം കുർബാന നടക്കുന്ന പള്ളിയിലാണ് പോകാറുള്ളത്. ഇന്ന് നൈറ്റ് ടൈം ആയതിനാലും ആ പള്ളിയിലേക്ക് പോകാൻ ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ടും ആണ് ഞങ്ങൾ ഇന്ന് ഈ പള്ളിയിലേക്ക് കുർബാന കൂടാൻ എത്തിയത്. ഈ ചർച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ളതാണ്. ഇത് ഒരു അമേരിക്കൻ ചർച്ചാണ്. സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ഇന്ന് 4 കുർബാനയുണ്ട് ഈ പള്ളിയിൽ. ഇതാണ് ഈ ചർച്ചിൻ്റെ മുൻഭാഗം. ഇതാണ് പള്ളിയിലെ പുൽക്കൂട്. കുർബാന കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. ഇതാണ് ചർച്ചിൻ്റെ നൈറ്റ് വ്യൂ. ഇന്ന് ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു ക്രിസ്മസ് മാസിന്. എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോകുവാനുള്ള തിരക്കിലാണ്. ഇതാണ് ചർച്ചിൻ്റെ മറ്റൊരു വശം. ഇത് റോഡിൽ നിന്ന് കാണുമ്പോൾ ഉള്ള ചർച്ച് വ്യൂ ആണ്. ഇനി അടുത്ത കുർബാന രാത്രി 9 മണിക്കാണ്. ഞങ്ങൾ തിരികെ വീട്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുൻവശം. ഫുൾ ലൈറ്റ്സുകളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നവംബർ മാസം ആദ്യം തന്നെ ഞങ്ങൾ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ജനുവരിയിൽ ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷമാണ് ലൈറ്റ്സ് എല്ലാം അഴിച്ചു വയ്ക്കുന്നത്. ക്രിസ്മസ് ഡേയിൽ രാവിലെ അപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നിവിടെ ക്രിസ്മസ് ഡേയിൽ എനിക്ക് അപ്പവും മട്ടൺ സ്റ്റൂ ആണ് ഇന്ന് ഞാൻ കഴിക്കുന്നത്. ഞാൻ എൻ്റെ ഐലൻഡ് കിച്ചണിൽ ഇരുന്നാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാമേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിത് ഫുള്ള് കഴിച്ച് തീർത്തിട്ട് വരാവേ. ഞങ്ങളുടെ ക്രിസ്മസ് ലഞ്ച് ഈ വർഷത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ഐറ്റംസ് എന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം എല്ലാവരും വരും കേട്ടോ. ഇതാണ് മാംഗോ പിക്കിള്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അടുത്ത ഇതൊരു ക്യാബേജ് തോരനാണ്. തൊട്ടടുത്തായി നമ്മുടെ ചോറ്. അടുത്തത് നമ്മുടെ ബീഫ് ഉലർത്താണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ച നല്ല ബീഫ് ഉലർത്താണിത്. പിന്നെ കൂടത്തിലായി കുറച്ച് ബ്രെഡ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ ഇച്ചായൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണിത്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചിക്കൻ കറിയുടെ അടുത്തായി ഇത് നല്ലൊരു ഫ്ലേവർ ബട്ടർ ചിക്കൻ ആണിത്. സ്പൈസി ഇല്ലാത്തത് കൊണ്ട് ഇത് കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. ചപ്പാത്തി, നാൻ, ജീര റൈസ്, ഫ്രൈഡ് റൈസ് എന്നിവയുടെ കൂടെ നല്ലൊരു കോംബോ ആണിത്. ബട്ടർ ചിക്കന് തൊട്ടരികിലായി നല്ലൊരു നാടൻ വറുത്തരച്ച് വെച്ച ബീഫ് കറിയാണിത്. ഈ ബീഫ് കറിയിലും ഒരുപാട് തേങ്ങാക്കൊത്ത് ഒക്കെ ഇട്ടിട്ടുണ്ട്. പൊറോട്ട, അപ്പം, ഇടിയപ്പം, ചപ്പാത്തി എല്ലാത്തിനും കൂടത്തിൽ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ബീഫ് കറിയുടെ കൂടത്തിൽ ആളുകൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പൊറോട്ട. ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതല്ല കേട്ടോ. ഇത് ഫ്രോസൺ പൊറോട്ടയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല മയവും ടേസ്റ്റിയുമായിട്ടുള്ളൊരു പൊറോട്ടയാണിത്. പൊറോട്ടയുടെ സൈഡിലായി മൺചട്ടിയിൽ ഈ കാണുന്നത് ഇത് നമ്മുടെ സ്വന്തം കുടംപുളി ഇട്ട് വറ്റിച്ച കോട്ടയം സ്റ്റൈൽ ഫിഷ് കറിയാണ്. ഇത് ചൂരമീനാണ്. ഇവിടെ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ ചൂരമീനാണ്. ഫിഷ് കറി ഉണ്ടാക്കിയതിന് ശേഷം പിറ്റേന്ന് വേണം കഴിക്കാൻ. ആ കുടംപുളിയുടെ ടേസ്റ്റ് ഒക്കെ മീനിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കോംബോയാണ് കപ്പയും മീൻ കറിയും.
ഇപ്രാവശ്യം കിട്ടിയത് നല്ല പുട്ട് പോലെ വേകുന്ന കപ്പയാണ്. കപ്പയുടെ കൂടെ കഴിക്കാൻ മീൻകറിയോളം നല്ലൊരു കോമ്പിനേഷൻ വേറെയില്ല. അടുത്തത് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെസിപ്പിയാണിത്. ഇതിൽ 3 കളർ ബെൽ പെപ്പേഴ്സ് ആണ് ചേർത്തിട്ടുള്ളത്. അധികം സ്പൈസി അല്ലാത്തതിനാൽ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻസ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.